ഓസ്കാറിൽ തിളങ്ങി ക്രിസ്റ്റഫർ നോളൻ ചിത്രം ഓപ്പൺഹൈമർ. മികച്ച സിനിമ, മികച്ച സംവിധായകൻ, മികച്ച നടനടക്കം പ്രധാന 7 പുരസ്കാരങ്ങളാണ് ഓപ്പൺഹൈമർ നേടിയത്. എമ്മ സ്റ്റോണാണ് മികച്ച നടി. പുവർ തിങ്സിലെ പ്രകടനമാണ് എമ്മയെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. 7 ബാഫ്റ്റയും 5 ഗോൾഡൻ ഗ്ലോബും ഇപ്പോഴിതാ 7 ഓസ്കറും. 13 നോമിനേഷനുകളുമായി എത്തിയ ക്രിസ്റ്റഫർ നോളനും സംഘവും ഓസ്കർ വേദിയിലും ചരിത്രം സൃഷ്ടിച്ചാണ് മടങ്ങുന്നത്. ആണവായുധത്തിന്റെ പിതാവ് റോബർട്ട് ഓപ്പൺഹൈമറുടെ കഥ പറഞ്ഞ ഓപ്പൺഹൈമർ മികച്ച ചിത്രത്തിനുള്ള ഓസ്കർ സ്വന്തമാക്കി. മികച്ച സംവിധായകനായി ക്രിസ്റ്റഫർ നോളൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മികച്ച നടനുള്ള ഓസ്കർ പുരസ്കാരം കിലിയൻ മർഫിക്ക് ലഭിച്ചു. കരിയറിന്റെ ആദ്യ ഓസ്കർ അവാർഡാണ് നോളൻ സ്വന്തമാക്കിയത്. റോബർട്ട് ഡൗണി ജൂനിയറാണ് മികച്ച സഹനടൻ. അഭിനയ ജീവിതത്തിൽ 4 പതിറ്റാണ്ടത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോബർട്ട് ഡൗണി ജൂനിയറിനെ തേടി ആദ്യ ഓസ്കർ എത്തുന്നത്. മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ഓപ്പൺഹൈമറിനാണ്. മികച്ച എഡിറ്റർ ജെന്നിഫർ ലേമും മികച്ച ഛായാഗ്രാഹകൻ ഹോയ്റ്റ് വാൻ ഹെയ്റ്റേമയുമാണ്. ഈ പ്രധാന പുരസ്കാരങ്ങളെല്ലാം ഓപ്പൺഹൈമർ എന്ന ഒറ്റ പേരിനൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നു. പുവർ തിങ്സ് എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് എമ്മ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ഇതടക്കം പുവർ തിങ്സ് 4 അവാർഡുകൾ നേടി. ദ ഹോൾഡ് ഓവേഴ്സ് എന്ന ചിത്രത്തിലൂടെ മകൻ നഷ്ടപ്പെട്ട നൊമ്പരവുമായി കഴിയുന്ന കഥാപാത്രത്തെ അവിസ്മരണീയമാക്കിയ അഭിനയ മികവിന് ഡാവിൻ ജോയ് റാൻഡോൾഫിന് മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചു. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന ബാർബിക്ക് മികച്ച ഗാനത്തിനുള്ള പുരസ്കാരം മാത്രമാണ് സ്വന്തമാക്കാനായത്. ഇത്തവണ ഇന്ത്യക്ക് ഓസ്കറിൽ ചുംബിക്കാനായില്ല. ജാർഖണ്ഡ് ബാലികയെ കൂട്ടപീഡനത്തിനിരയാക്കിയ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ടു കിൽ എ ടൈഗർ എന്ന ഡോക്യുമെന്ററിയാണ് ഇന്ത്യയിൽ നിന്ന് മത്സരരംഗത്തുണ്ടായിരുന്നത്. ഓസ്കർ വേദിയിൽ ഗാസയ്ക്ക് ഐക്യദാർഢ്യവുമായി താരങ്ങൾ രംഗത്തെത്തി. ഗാസയിൽ സമാധാനത്തിനു വേണ്ടി ഒരു കൂട്ടം സെലിബ്രിറ്റികൾ ചുവന്ന റിബൺ ധരിച്ചാണ് ചടങ്ങിനെത്തിയത്. ഓസ്കർ വേദിക്ക് പുറത്തും പ്രതിഷേധം അരങ്ങേറി. ജിമ്മി കിമ്മലായിരുന്നു ഡോൾബി തിയേറ്ററിൽ നടന്ന ചടങ്ങിന്റെ അവതാരകൻ. എന്റർടൈൻമെന്റ് ഡെസ്ക്, അമൃത TV.